ചെമ്പനീർ പൂവിൽ ഇനി വരാനിരിക്കുന്ന ഒരു നല്ല എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിൽ ശ്രുതി പുതിയ ബിസിനസ് തുടങ്ങുകയാണ് കേട്ടോ. ഹോം അപ്ലയൻസസിൻ്റെയൊക്കെ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്. അതിൽ ശ്രുതിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ അവസരത്തിലാണ് രേവതിക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല പനിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കാരണം അവൾക്ക് വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാണ്ടാവുന്നുണ്ട്. പക്ഷേ ചന്ദ്രനെ അറിയാമല്ലോ, ചന്ദ്രയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാണ്ട് ഇങ്ങനെ രേവതിനെ കുറ്റപ്പെടുത്തുക. നീ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത്, അപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും, ഈ പനി എന്നൊക്കെ നീ പറയുന്നത് വെറുതെയാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ രേവതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് കേൾക്കുന്ന രേവതിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. എല്ലാ ദിവസവും എല്ലാ ജോലിയും ചെയ്തിട്ടും സുഖമില്ലാണ്ടാകുമ്പോൾ പോലും അവൾക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ ചന്ദ്രയോട് വഴക്കെടുത്തിട്ട് രേവതിനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയോട് പറയാണ്, ഇനി വീട്ടിൽ ചെന്ന ഉടനെ നീ എല്ലാ ജോലിയും എടുത്ത് ചെയ്യാനൊന്നും നിൽക്കണ്ട. അവിടെ നീ മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ ഇല്ലേ ആൾക്കാർ, അവരവർക്ക് വേണമെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ വച്ച് കഴിച്ചോട്ടെ, നീ ഈ മരുന്നൊക്കെ കഴിച്ച് നല്ല റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയണം. രേവതി പറയുന്നുണ്ട്, അങ്ങനെ വലിയ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. സച്ചി പറയുക, നീ ഇങ്ങോട്ട് ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ആംബുലൻസിൽ നിന്നിട്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയും സച്ചിയും കൂടിയിട്ട് അവർ നോക്കുമ്പോഴത്തേക്കും അത് ശ്രുതിയുടെ അമ്മയായിരിക്കും. അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കും, അയ്യോ ഇത് ആദിയുടെ മുത്തശ്ശിയല്ലേ, ഇവരെന്താ ഇങ്ങനെ ആംബുലൻസിൽ വന്ന് ഇറങ്ങുന്നത്, നല്ലോണം കരയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ആദീനെ ഇങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുവരും കേട്ടോ. ഇവർ നോക്കുമ്പോൾ ആദിയുടെ മുഖത്തൊക്കെ ബാൻഡേജൊക്കെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ രേവതിയാണെങ്കിൽ ശ്രുതിയുടെ അമ്മയോട് പോയിട്ട് ചോദിക്കും, എന്താ പറ്റിയത്, ആദിക്ക് എങ്ങനെ മുറിവുണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ കുട്ടികളുടെ ഒപ്പം കളിക്കാൻ പോയതാണ്, പക്ഷേ ഏതോ വണ്ടിക്കാരൻ തട്ടിയിട്ടിട്ട് പോയി, അവളുടെ കണ്ണിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്, അവിടുത്തെ നാട്ടിലെ ഡോക്ടറാണ് ഇങ്ങോട്ടൊക്കെ റെഫർ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും സജിയും കൂടിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം വിമലയ്ക്കാണെങ്കിൽ അവരവിടെ നിൽക്കുന്നതിൽ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും ശ്രുതിനെ വിളിച്ചിട്ട് എങ്ങനെ വിവരം പറയും എന്നുള്ളൊരു ടെൻഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം വിമല അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ പൊയ്ക്കോ, എന്തായാലും രേവതിക്ക് വയ്യാണ്ട് ഇങ്ങോട്ട് വന്നതല്ലേ, നിങ്ങളിവിടെ അധികം നേരം നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ രേവതി പറയുന്നുണ്ട്, അതെങ്ങനെ അമ്മയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത്, അതൊന്നും ശരിയാവില്ല, എന്തായാലും ഡോക്ടർ വരട്ടെ, സംസാരിച്ചിട്ട് ഞങ്ങൾ പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിമലയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരറിയാണ്ട് മാറി നിന്നിട്ട് ശ്രുതിനെ വിളിക്കാൻ കേട്ടോ. വിളിച്ചിട്ട് കാര്യം പറയണം, ഇങ്ങനെ ആദിക്ക് ആക്സിഡൻ്റായി ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, അതെങ്ങനെയാണ് അമ്മ അവന് ആക്സിഡൻ്റ് ആയത്, അമ്മയ്ക്ക് എന്താ അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയാണെങ്കിൽ ആകെ ഷോക്ക് വേണം കേട്ടോ. അപ്പോൾ അവർ പറയാണ്, ഇപ്പോഴത്തെയും പോലെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയതാണ്, പക്ഷേ ആ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഏതോ വണ്ടിക്കാരൻ വന്ന് തട്ടിയിട്ടിട്ട് പോയി, അവൻ്റെ കണ്ണിൽ മുറിവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ശ്രുതിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്, ഒരു കസ്റ്റമറുമായിട്ട് വന്നിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നീ ഇവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിക്കാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവർക്ക് എങ്ങനെയും ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം കാണണമെന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ ഒഴിവാക്കണം. എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുമ്പം വിമല പറയും, നീ എന്തായാലും ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട, ഇവിടെ സച്ചിയും രേവതിയും ഉണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതി ചോദിക്കുമ്പോൾ അവരെന്താ അവിടെ എന്ന് ചോദിക്കുമ്പോൾ വിമല പറയും, രേവതിക്ക് സുഖമില്ലാണ്ട് ഡോക്ടറെ കാണാൻ വന്നതാണെന്നാണ് പറഞ്ഞതെന്ന് പറയും. ശ്രുതി പറയാണ്, എനിക്ക് എന്തായാലും ആദ്യമേ കണ്ടേ പറ്റൂ, അവനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവൻ്റെ അരികിൽ വേണം, ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കാമെന്നൊക്കെ പറയുകയാണ്. ആണെങ്കിൽ സുധിയുടെ അടുത്ത് പോവാണ് കേട്ടോ. പോയിട്ട് പറയാണ്, സുധി എനിക്കൊരു ഐഡിയ, നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ മാത്രം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും കോംപ്ലിമെൻറ്റ് കൊടുക്കണം, എന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ ഷോറൂമിനെ കുറിച്ച് അവരോട് സംസാരിക്കണം, എന്നിട്ട് നമ്മൾ അവരോട് പറയണം, ഇവിടുത്തെ ഷോറൂമിൽ നിന്ന് അവർ പ്രോഡക്റ്റുകൾ വാങ്ങുവാണെങ്കിൽ വിലയേറിയ പ്രോഡക്റ്റുകൾക്ക് ഇത്തരം കോംപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ അവർ ഇമ്പ്രസ് ആവുകയാണെങ്കിൽ നമ്മുടെ ഷോറൂം തന്നെ വന്ന് അവർ പ്രോഡക്റ്റ്സ് വാങ്ങുമല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ശ്രുതി പറയണം, അതുകൊള്ള നല്ല ഐഡിയ ആണ് എന്ന് പറഞ്ഞിട്ട് കാർഡ് എടുത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവൾ ശ്രുതി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ കെറ്റിൽസൊക്കെ എടുത്തിട്ട് ആ കാർഡും വാങ്ങിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ വെച്ചിട്ട് അവൾ സച്ചിനും രേവതിനെയും കാണും കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കും, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇവിടെ കെറ്റിൽസൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വന്നതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും, അത് കൊള്ളാമല്ലോ, അത് നല്ല ഐഡിയ ആണല്ലോ, അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്
സജി അവളോട് സംസാരിക്കും കേട്ടോ. അതുപോലെ തന്നെ സജി ആണെങ്കിൽ അവൻ്റെ കാർഡ് കൊടുത്തിട്ട് അവളോട് പറയും, നിങ്ങൾ മാത്രം ബിസിനസ് ഡെവലപ്പ് ചെയ്താൽ പോരെ, എന്നെയും കൂടി ഒന്ന് സഹായിക്കുക. നീ ഈ കെറ്റിൽസൊക്കെ കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ പേഷ്യൻസിനോട് ഈ കാർഡ് കൊടുത്തിട്ട് അവർക്ക് ആവശ്യം വരുമ്പോൾ എൻ്റെ കാറ് തന്നെ പിടിച്ചോളാൻ പറയുക എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ആ കാർഡ് വാങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ്, ഓരോ വാർഡായിട്ട് ഇങ്ങനെ കയറി നോക്കും. അവസാനമാണെങ്കിൽ അവൾ ആദ്യമുള്ള വാർഡിൽ കയറും കേട്ടോ. വാർഡിൽ കയറിയിട്ട് അവൾ ആദ്യനെ കാണും. ആദ്യനെ കാണുമ്പോൾ തന്നെ അവൾക്ക് വലിയ സങ്കടമാവും കേട്ടോ. അപ്പോൾ അവൾ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരയുന്നുണ്ട്. എനിക്ക് നിന്നെ നോക്കാൻ പറ്റുന്നില്ലല്ലോ ആദി, ഇത്രയും നാളായിട്ടും എനിക്ക് നിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. അവൾ അവളുടെ അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താ അമ്മേ ആദ്യം അത്രയ്ക്ക് നോക്കാൻ പറ്റുന്നില്ലേ, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്കിപ്പോൾ പഴയതുപോലെ അല്ല മോളെ, തീരെ വയ്യ, ഞാൻ അറിയാണ്ടൊന്നും വാങ്ങിപ്പോയതാണ്. ഇവനാണെങ്കിൽ എപ്പോഴത്തെയും പോലെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയതാണ്. പന്ത് റോഡിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ശ്രുതിക്ക് വലിയ വിഷമമായിരിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഇവിടെ നിൽക്കാം ആദിയുടെ കൂടെ, ഞാനല്ലേ അവനെ നോക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിമല പറയുകയാണ്, മോളെ അത് അപ്പോൾ നീ അവിടെ ഉള്ളവരോട് എന്ത് പറയും എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അത് സാരമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. പക്ഷേ വിമല പറയുന്നുണ്ട്, ഇവിടെ രേവതിയും സച്ചി ഇല്ലേ, അവരെ ഇങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട്, അവരെവിടുന്ന് പോയതിന് ശേഷം അമ്മേനെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവുകയാണ് കേട്ടോ.